യെസ്, ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം അബൌട്ട് ദ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി, ഒരു കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി. അതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ഫുൾ കോച്ചിങ് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ജസ്റ്റ് വാട്സ്ആപ്പ് ടു ദ മെസ്സേജ് ഗിവൻ ബിലോ. ഫ്രീ ആയിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫുൾ സിലബസ് കോച്ചിങ് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ യു ക്യാൻ മെസ്സേജ് ടു ദ വാട്സ്ആപ്പ് നമ്പർ ഗിവൻ ബിലോ. വി വിൽ അറേഞ്ച് ഫോർ ദാറ്റ് ഓൾ ദ സ്റ്റഡി നോട്ട്സ് എക്സെട്ര എക്സെട്ര. ഓക്കെ, വിൽ കം ബാക്ക് ടു ടോപ്പിക്. കോർപ്പറേറ്റ് പേഴ്സണാലിറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്. This is one of the most important characteristics of a company. Okay. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണം അണ്ടർ കമ്പനീസ് ആക്ട് 2013. അണ്ടർ കമ്പനീസ് ആക്ട് 2013 ഒരു കമ്പനി രജിസ്റ്റർ അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാമെന്ന് പറയാം നമുക്ക്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും വെച്ചാൽ ഇറ്റ് ഗെറ്റ്സ് എ സെപ്പറേറ്റ് ഐഡന്റിറ്റി ഓഫ് ഇറ്റ്സ് ഓൺ. കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ഐഡന്റിറ്റി കിട്ടും. സെപ്പറേറ്റ് ഐഡന്റിറ്റി ഓഫ് ഇറ്റ്സ് ഓൺ, അതായത് അതിന്റെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ഒക്കെ ഡിഫറെന്റ് ആണ്, കമ്പനി ഡിഫറെന്റ് ആണ്. ഓക്കെ, ഈ അങ്ങനെ ഒരു സെപ്പറേറ്റ് ഐഡന്റിറ്റി കമ്പനി കിട്ടും എപ്പോ വെൻ ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ്. ഓക്കെ, ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു ന്യൂ ലീഗൽ പേഴ്സൺ ആയി മാറും. ഇറ്റ് ബിക്കംസ് എ ന്യൂ ലീഗൽ പേഴ്സൺ. അതായത് ഇപ്പൊ ഒരു കമ്പനി when a company is registered അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന അണ്ടർ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും? അത് അതിന്റെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഡിഫറെന്റ് ആയിട്ടൊരു ലീഗൽ പേഴ്സൺ ആയി മാറും. ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ഐഡന്റിറ്റി. ക്ലിയർ? എന്തുകൊണ്ടാണ് ലീഗൽ പേഴ്സൺ എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ, നോട്ട് ബൈ നാച്ചുറൽ ബർത്ത്. അതുകൊണ്ട് കമ്പനി ലീഗൽ പേഴ്സൺ ആയിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടൊക്കെ പറയാം. ഓക്കെ, ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു രാഹുലും അനിലും കൂടി, രാഹുൽ ആൻഡ് അനിൽ രണ്ടുപേരും കൂടി എന്ത് ചെയ്തു? ഒരു RA പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു കമ്പനി ഫോം ചെയ്തു. ഓക്കെ, ആ കമ്പനിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞാല് ആഫ്റ്റർ രജിസ്ട്രേഷൻ രാഹുൽ എന്ന് പറയുന്നതാണോ കമ്പനി? രാഹുലും കമ്പനിയും ഒന്നാണോ? അല്ല. ഇനി അനിലും കമ്പനിയും ഒന്നാണോ ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ? അല്ല. ഓക്കെ, RA പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആണ്, സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആണ്. സോ ഈ RA പ്രൈവറ്റ് ലിമിറ്റഡ് ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ ഈസ് എ സെപ്പറേറ്റ് പേഴ്സൺ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആയത് കൊണ്ട് തന്നെ കമ്പനിയുടെ പേരുണ്ട്, ഇറ്റ്സ് ഓൺ നെയിം ഉണ്ട്, കമ്പനിയുടേതായ പേരുണ്ടാവും. അല്ലാണ്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ പേരല്ല കമ്പനിക്ക് ഉണ്ടാവാം. അതേപോലെ തന്നെ ഇറ്റ്സ് ഓൺ ലീഗൽ ഐഡന്റിറ്റി ഉണ്ടാവും. കമ്പനി ഒരു സെപ്പറേറ്റ് ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ കമ്പനിക്ക് സെപ്പറേറ്റ് ആയിട്ട് പേരുണ്ട്. അപ്പൊ അതൊരു കരാറിലൊക്കെ, അപ്പൊ ഒരു കമ്പനി ആകുമ്പോൾ അവർക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടീം അവരൊക്കെ ആയിട്ട് കരാറിലൊക്കെ ഏർപ്പെടേണ്ടി വരും, അല്ലെ? കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടി വരും. അങ്ങനെ കോൺട്രാക്ട് ഏർപ്പെടുമ്പോൾ കമ്പനിയുടെ പേര് ഉപയോഗിച്ച് തന്നെ കോൺട്രാക്റ്റിൽ കയറാം. അല്ലാതെ അപ്പോഴത്തെ ഒരു ഷെയർ ഹോൾഡർ, ഇപ്പൊ രാഹുൽ ഒരു ഷെയർ ഹോൾഡർ ആണെങ്കിൽ രാഹുലിന്റെ പേരിലൊന്നും അല്ല കമ്പനി കരാറിൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത്. കമ്പനിയുടെ പേരിൽ തന്നെ കരാറിലോ അല്ലെങ്കിൽ കോൺട്രാക്റ്റിലോ ഏർപ്പെടാനുള്ള ഒരു റൈറ്റ് കമ്പനിക്കുണ്ട്. ക്ലിയർ? അതേപോലെ തന്നെ ഒരു കമ്പനിക്ക് കമ്പനിയുടേതായ സീൽ ഉണ്ട്. ഇറ്റ് ഹാസ് എ സീൽ ഓഫ് ഇറ്റ്സ് ഓൺ. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കോമൺ സീൽ എന്ന് പറയുന്നത് വളരെ മാൻഡേറ്ററി ആയിരുന്നു. ഒരു കമ്പനി ആണെങ്കിൽ അതിന് കോമൺ സീൽ വേണ്ട, അതിന് പേരൊക്കെ വെച്ചിട്ട് ഒഫീഷ്യൽ സ്റ്റാമ്പ് എന്നൊക്കെ പറയും. അത് ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്യും. പക്ഷെ ഇപ്പോ അങ്ങനെ ഒരു കോമൺ സീൽ ഓപ്ഷനിലാണ്. ബട്ട് സ്റ്റിൽ ദ ഐഡിയ റിമെയിൻസ്. കാരണം കമ്പനി ആക്ട്സ് ഇൻഡിപെൻഡന്റ്ലി ലൈക്ക് ദ പേഴ്സൺ സൈൻസ് സിഗ്നേച്ചർ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പേഴ്സൺ സിഗ്നേച്ചർ ഇടുന്ന പോലെ തന്നെ കമ്പനിയുടേതായ സീൽ വെക്കുന്നത് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ ഉണ്ടെങ്കിലും കോമൺ സീൽ ഇപ്പോ ഓപ്ഷനിലാണ്, അത് നിർബന്ധമല്ല ഒരു കമ്പനിയെ സംബന്ധിച്ചോളം. പിന്നെ വരുന്ന എന്ന് വെച്ചാല്
കമ്പനിയുടെ അസറ്റ്സും അതിന്റെ മെമ്പേഴ്സിന്റെ അസറ്റ്സും രണ്ടും സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഓക്കെ, അതായത് ഇപ്പൊ കമ്പനിയുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ പ്രോപ്പർട്ടി ഓഫ് എ ഷെയർ ഹോൾഡർ. ഇറ്റ്സ് നോട്ട് ദ പ്രോപ്പർട്ടി ഓഫ് ഷെയർ ഹോൾഡർ. കമ്പനിയുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഷെയർ ഹോൾഡർ പ്രോപ്പർട്ടി അല്ല. അതേപോലെ തന്നെ ഷെയർ ഹോൾഡറിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രോപ്പർട്ടി അല്ല. മെമ്പേഴ്സ് ഡു നോട്ട് ഓൺ കമ്പനി അസറ്റ്സ് ഡയറക്ട്ലി. ഷെയർ ഹോൾഡറിന് കമ്പനി അസറ്റ്സിൽ യാതൊരു ഡയറക്റ്റ് ഓണർഷിപ്പും ഇല്ല. ഉദാഹരണം, ഇപ്പൊ ഒരു കമ്പനിക്ക് ഒരു കമ്പനിക്ക് ഒരു 1 crore ബിൽഡിംഗ് ഉണ്ടെന്ന് വെക്കാം. ഓക്കെ, പിന്നെ അതില് റാം എന്ന് പറഞ്ഞ ഒരാൾക്ക് ഈ കമ്പനിയിൽ 90% ഷെയർ റാമിന്റെ കയ്യിലാണ്. ഓൾമോസ്റ്റ് ഹോൾ ഷെയർസ് അല്ലെ 90% എന്ന് പറയുമ്പോൾ. പക്ഷെ റാമിന് ഒരിക്കലും പറയാൻ പറ്റില്ല ദിസ് ഈസ് മൈ ബിൽഡിംഗ്, ബിക്കോസ് ദിസ് ബിലോങ്സ് ടു ദ കമ്പനി. ഓക്കെ, ഈ 1 crore വരുന്നത് കമ്പനിയുടെ ആണ്. ഒരിക്കൽ റാമിന് 90% ഷെയർസ് ആ കമ്പനിയിൽ റാമിന് ഉണ്ടെങ്കിൽ പോലും ആ ബിൽഡിംഗ് റാമിന്റെ ആണെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. ക്ലിയർ? കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതിന്റെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഒരു ഹ്യൂമൻ ആണ്, നാച്ചുറൽ പേഴ്സൺ ആണ്. ആ ഒരു ഡിഫറൻസിലാണ് എപ്പോഴും ലോ കാണുക. ഓക്കെ, in law a company is treated as a person but not the same person as its members. It's different person. Okay, അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരു കമ്പനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കമ്പനി ഈസ് ക്യാപ്പബിൾ ഓഫ് ഓണിങ് പ്രോപ്പർട്ടി, അതേപോലെ ഇൻകറിംഗ് ഡെപ്റ്റ്സ്, ബോറോയിങ് മണി, അതെല്ലാം ചെയ്യാൻ പറ്റും. ഒരു കമ്പനി ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആയതുകൊണ്ട് എന്തൊക്കെ ചെയ്യാം കമ്പനിക്ക് ഭൂമി ഓൺ ചെയ്യാനും ബിൽഡിങ്സ് ഓൺ ചെയ്യാനും ഒക്കെ ഉള്ള റൈറ്റ് കമ്പനിയുടെ പേരിൽ തന്നെ ചെയ്യാം. അതേപോലെ തന്നെ കമ്പനിയുടെ പേരിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ലോൺ എടുക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ കമ്പനിയുടെ പേരിൽ തന്നെ ലോൺ അല്ലാതെ വായ്പകൾ എടുക്കാൻ പറ്റും, ബോറോ മണി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ കമ്പനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കമ്പനി ഒരു 50 ലക്ഷം രൂപ ലോൺ എടുത്തു. ഓക്കെ, അപ്പൊ അങ്ങനെ 50 ലക്ഷം രൂപ ലോൺ എടുത്താൽ ആ ഒരു ഇപ്പോ ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി 50 ലക്ഷം രൂപ ലോൺ എടുത്തു. അതിലൊരു ഷെയർ ഹോൾഡർ ആണ് റാം. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ 50 ലക്ഷത്തിന് പേഴ്സണലി ലയബിൾ ആണെന്ന്. കാരണം കമ്പനിയാണ് എടുത്തിരിക്കുന്നത്, ഇയാളുടെ പേഴ്സണൽ ലയബിലിറ്റി ഇതിൽ വരുന്നില്ല. ക്ലിയർ? ഓക്കെ, അതേപോലെ തന്നെ ഒരു കമ്പനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും കമ്പനിയുടെ പേരിൽ. എംപ്ലോയീസിനെ ഹയർ ചെയ്യാൻ പറ്റും, ജീവനക്കാരെ വെക്കാൻ പറ്റും അല്ലെ. അതേപോലെ തന്നെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു കമ്പനിക്ക് ചെയ്യാൻ പറ്റും. എപ്പോഴും ഒരു സാലറി എപ്പോഴും പേ ചെയ്യുന്നതാണ് കമ്പനിയാണ് പേ ചെയ്യുന്നത് അല്ലെ. എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? കമ്പനിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ നോട്ട് ഫോർ ദ ഷെയർ ഹോൾഡേഴ്സ്. ഒരു കമ്പനിയിൽ കുറെ ജീവനക്കാരുണ്ടെങ്കിൽ ആ വർക്ക് ചെയ്യുന്നത് ആ ജീവനക്കാർ ആ കമ്പനിയുടെ എംപ്ലോയി ആണ്, അല്ലാതെ ഷെയർ ഹോൾഡേഴ്സിന്റെ എംപ്ലോയി അല്ല. ആ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പനിക്ക് എതിരെ ആരെങ്കിലും എന്തെങ്കിലും അന്യായം ചെയ്തെങ്കിൽ കമ്പനിക്ക് ഫയൽ ചെയ്യാൻ പറ്റും, കേസ് ചെയ്യാൻ പറ്റും. കമ്പനിക്ക് തന്നെ കേസ് കൊടുക്കാൻ പറ്റും, കേസ് ചെയ്യാൻ പറ്റും. ഇനി കമ്പനി വേറെ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും അന്യായം ചെയ്തെങ്കിൽ കമ്പനിക്ക് എതിരെ കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ബി സ്യൂഡ് ഇൻ കോർട്ട്. കമ്പനിക്കെതിരെ അവർക്ക് കേസ് കൊടുക്കാൻ പറ്റും. ആ കൊടുക്കുന്ന കേസ് ഇപ്പൊ ഉദാഹരണത്തിന് XYZ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി, അവര് ഒരു റോ മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ടറായ ഒരു റാംകോ എന്നിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടു. പക്ഷെ കരാറിൽ ഏർപ്പെട്ട പോലെ XYZ ലിമിറ്റഡ് റാംകോന് പൈസ കൊടുത്തില്ല എന്ന് വെക്കാം. റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ച പൈസ കൊടുത്തില്ല. അപ്പൊ റാംകോ കേസ് കൊടുക്കേണ്ടത് XYZ ലിമിറ്റഡിനെതിരെയാണ്. ചിലപ്പോൾ XYZ ലിമിറ്റഡിൽ റാം എന്ന് പറഞ്ഞ ഷെയർ ഹോൾഡർ എന്ന് വെക്കാം. ആ റാമിനെതിരെ അല്ല കേസ് കൊടുക്കേണ്ടത്, XYZ ലിമിറ്റഡിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. സോ case is to be filed against the company, not against the shareholder. അതേപോലെ തന്നെ ഇപ്പോ വേറൊരു കാര്യം വെച്ചാല് ഇപ്പോ ഒരു കമ്പനി XYZ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി, ഇതിന്റെ ഷെയർ ഹോൾഡർ ആണ് റാം. അതിന്റെ ഷെയർ ഹോൾഡർ എന്ന് പറയുമ്പോൾ അല്ലെ. അപ്പോ ആ റാമിന് തന്നെ വേണമെങ്കിൽ XYZ ലിമിറ്റഡിന്റെ
എംപ്ലോയി ആവാം, ജീവനക്കാരനാവാം. അതല്ലെങ്കിൽ റാമിന് എന്തെങ്കിലും ഫൈനാൻസ് ഉണ്ടെങ്കിൽ ഈ റാമിന് തന്നെ വേണമെങ്കിൽ XYZ ലിമിറ്റഡിന് മണി ബോറോ ചെയ്യാം. അതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ദാറ്റ് മീൻസ് ഒരു ആൾക്ക് പെർട്ടിക്കുലർ പേഴ്സൺ ക്യാൻ ബി എ ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഹി ബിക്കംസ് ദ ഓണർ അല്ലെ. ആൾക്ക് എത്ര ഷെയർ ഉണ്ടോ അതിന് പ്രൊപ്പോർഷനായിട്ട് ഓണർഷിപ്പ് ആൾക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ക്രെഡിറ്റർ ആവാൻ പറ്റും, അതായത് ലെൻഡർ, ആൾക്ക് പൈസ കൊടുക്കുന്ന ആളായി മാറാം കമ്പനിക്ക്. അതേപോലെ തന്നെ എംപ്ലോയി ആയി മാറാം. എംപ്ലോയി ഇതെല്ലാം ഒരേ സമയത്ത് ആൾക്കാവാൻ പറ്റും. ഒരേ സമയത്ത് തന്നെ ഒരാൾക്ക് ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവാം, ക്രെഡിറ്റർ ആവാം, അതേപോലെ തന്നെ എംപ്ലോയി ആവാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇനി ഒരു ഉദാഹരണത്തിലേക്ക് ഇപ്പോ നമ്മുടെ വീണ്ടും നമുക്ക് XYZ ലിമിറ്റഡ് എടുക്കാം. XYZ ലിമിറ്റഡിന്റെ ഓൾമോസ്റ്റ് ഓൾ ഷെയർസും ഹോൾഡ് ചെയ്യുന്നത് റാം മതി, വേറെ ആരെയും ആക്കാം, ശ്യാം ആക്കാം. ഓക്കെ, ശ്യാമാണ് XYZ ലിമിറ്റഡിന്റെ ഓൾമോസ്റ്റ് ഓൾ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന വെക്കാം. എന്നിരുന്നാൽ പോലും ഹി ഈസ് നോട്ട് പേഴ്സണലി റെസ്പോൺസിബിൾ ഫോർ കമ്പനീസ് ആക്ട്സ്. ഓക്കെ, ഈ കമ്പനിയുടെ ഓരോ കാര്യങ്ങൾക്കും ശ്യാം ഒരിക്കലും പേഴ്സണലി ലയബിൾ ആവില്ല. ദിസ് ഈസ് നോൺ ആസ് ലിമിറ്റഡ് ലയബിലിറ്റി. ദിസ് ഈസ് കോൾഡ് ലിമിറ്റഡ് ലയബിലിറ്റി. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ടോപ്പിക് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇത് വന്നുപോയോണ്ട് പറഞ്ഞുള്ളൂ. അതേപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് കനോട്ട് ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി. ഓക്കെ, അത് ഓൺലി ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺ അത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിൽ പറയുന്ന മെയിൻ കാര്യം എന്ന് വെച്ചാല് ഒരു കമ്പനിയുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് കമ്പനി ഹോൾഡ് ചെയ്യുന്നത് മെമ്പേഴ്സിന് വേണ്ടിയിട്ടൊന്നല്ല. ഓക്കെ, അത് കമ്പനിയുടെ പ്രോപ്പർട്ടി തന്നെയാണ്. അത് ഒരു മെമ്പേഴ്സിന്റെ ഏജന്റ് ആയിട്ടോ ട്രസ്റ്റി ആയിട്ടോ ഒന്നും അല്ല കമ്പനി ആ പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നത്. ആ ഒരു പ്രോപ്പർട്ടി സെല് ചെയ്യാനോ അതിനെന്തെങ്കിലും കേസ് വന്നാൽ അത് ഫയൽ ചെയ്യാനോ ഒക്കെ കമ്പനിക്ക് മാത്രമേ പറ്റുള്ളൂ, ഷെയർ ഹോൾഡേഴ്സിനൊന്നും പറ്റില്ല. ഇനി വളരെ ഇൻട്രസ്റ്റിംഗും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസിലുണ്ട്, അത് നമുക്ക് നോക്കാം എന്താണ്. That is Solomon versus Solomon and Company Limited. Solomon and Company Limited, 1897, very age old case അല്ലെ. എന്താ വെച്ചാല് സൊളമൻ എന്ന് പറയുന്ന ആള് ഒരു ലെതർ ബിസിനസ് ആയിരുന്നു. അയാളൊരു കമ്പനി ഫോം ചെയ്തു. അയാളുടെ വൈഫ് ഉണ്ട്, അയാളുടെ ഡോട്ടർ ഉണ്ട്, സൺസ് ഉണ്ട്. ഇതിൽ ഓൾമോസ്റ്റ് ഓൾ ഷെയർസ് ഹെൽഡ് ബൈ സോളമൻ ഇറ്റ്സെൽഫ്. ഓക്കെ, കമ്പനി എന്ത് പറ്റി? കമ്പനി ഫെയിൽഡ്, കമ്പനി തകർന്നുപോയി. ലാസ്റ്റ് ലിക്വിഡേഷൻ ആയി. ആ ലിക്വിഡേഷൻ വരുമ്പോൾ ക്രെഡിറ്റേഴ്സിനൊക്കെ പൈസ കൊടുക്കണം. അപ്പൊ ക്രെഡിറ്റേഴ്സ് ആർഗ്യൂ ചെയ്തു ഈ കമ്പനി എന്ന് പറയുന്നത് സോളമൻ തന്നെയാണ്, അല്ലാണ്ട് കമ്പനി ഒന്നും അല്ലാണ്. പക്ഷെ decision of the court was like company is a separate legal person. Even if one person owns almost all shares, ഒരാളുടെ പേരാണ് എല്ലാ ഷെയർ ആണെങ്കിൽ പോലും that shareholder is not liable for company steps. അതായത് ഇതിൽ ഈ കമ്പനി സോളമൻ ആൻഡ് കോ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് കുറെ ആൾക്കാർ പൈസ കടം കൊടുത്തു. ഇത് പൊളിഞ്ഞപ്പോ ആ പൈസ തിരിച്ചു കിട്ടുന്നില്ല. അപ്പൊ ആൾക്കാർ പറഞ്ഞു സോളമൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഈ കമ്പനി, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ സോളമന്റെ പേഴ്സണൽ പ്രോപ്പർട്ടിക്ക് വിറ്റിട്ടാണെങ്കിലും ഞങ്ങളുടെ കടം വീട്ടിൽ തരണം എന്ന് പറഞ്ഞു. പക്ഷെ കോടതി പറഞ്ഞു ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. സോളമൻ ആണ് 100% ഷെയർ ഹോൾഡ് ചെയ്യുന്നെങ്കിൽ പോലും ഇത് കമ്പനിയാണ്. സോളമൻ ആൻഡ് കോ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ലീഗൽ പേഴ്സണും സോളമൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് നാച്ചുറൽ പേഴ്സണാണ്. സോ അതുകൊണ്ട് തന്നെ സോളമൻ ആൻഡ് കോ ലിമിറ്റഡ് എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നെങ്കിൽ, എന്തെങ്കിലും ആ കടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും വീട്ടേണ്ട ബാധ്യത സോളമന്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, so this case clearly established that company is separate from members. Okay, limited liability is valid. One man company is legally possible. Shareholders can also be creditor or employee. That is, ഇത് വളരെ ഇമ്പോർട്ടന്റ് കേസാണ്. ഈ കേസ് എന്തൊക്കെ സ്ഥാപിച്ചു എന്നാണ് ഈ കേസ് വഴി. ഫസ്റ്റ് വൺ ഈസ് കമ്പനി ഈസ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് അല്ലെ. സോളമൻ ആൻഡ് കോ ലിമിറ്റഡും സെപ്പറേറ്റ് ആണെന്ന് സ്ഥാപിച്ചു. ഈ കോടതി വിധിയോടെ ഇത്രയും കാര്യങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. കമ്പനി ഈസ് സെപ്പറേറ്റ് ഫ്രം members. Okay,
പിന്നെ ലിമിറ്റഡ് ലയബിലിറ്റീസ് വാലിഡ്. ലിമിറ്റഡ് ലയബിലിറ്റി എന്താണെന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഓക്കെ. പിന്നെ വൺ മാൻ കമ്പനി ഈസ് ലീഗലി പോസിബിൾ. 1% കമ്പനി എന്ന് പറയും. ഒരാൾ മാത്രമായിട്ടുള്ള കമ്പനീസ് ഓൾസോ legally possible. അതേപോലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഷെയർ ഹോൾഡർ ക്യാൻ ഓൾസോ ബി ക്രെഡിറ്റർ ഓർ എംപ്ലോയി. ഷെയർ ഹോൾഡർ ക്യാൻ ഓൾസോ ബി creditor or employee. Okay, right. അപ്പോൾ ഇതാണ് നമുക്കൊരു കോർപ്പറേറ്റ് പേഴ്സണാലിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു ക്വസ്റ്റ്യൻ, ഒരു MCQ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. അതിന് ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. കാരണം വെച്ചാൽ എന്നാലും എനിക്കറിയില്ല നിങ്ങൾക്ക് ഞാൻ പഠിച്ചത് മനസ്സിലായില്ലോ അല്ലെ. സോ എവരി വൺ ഷുഡ് ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഞാൻ അതിന്റെ ഓപ്ഷൻസ് ഒന്ന് എഴുതി വെക്കാം. കറക്റ്റ് ആൻസറിന്റെ ABCD ഉണ്ട്. A ആണോ, B ആണോ, C ആണോ, D ആണോ എന്ന് കറക്റ്റ് മാത്രം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. ഓക്കെ. ക്വസ്റ്റ്യൻ ഈസ് കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി. Corporate personality of a company arises on option A, commencement of business. Commencement of business. Option B is issue of share capital. Option C is incorporation under Companies Act. ഞാൻ ഷോർട്ട് ഫോം CA എഴുതണം. അങ്ങനെ ഷോർട്ട് ഫോം ഞാൻ ഇല്ല, ഞാൻ എഴുതാൻ മടിയായിട്ട് എഴുതുന്നതാണ്. Then option D is appointment of directors. ഇതിൽ ഏതാണ് കറക്റ്റ് ഉത്തരമെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. Okay, we will see in the next class. Till then, goodbye. Obviously, if you find this video useful, do like the video. Thank you.